ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ വാഹനങ്ങൾ എത്തിച്ചിട്ടുള്ള ഖ്യാതി എല്ലാ കാലത്തും സ്വീഡിഷ് വാഹന നിർമ്മാതാക്കളായ വോൾവോയ്ക്കാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഉപരിയായി ഇത്രയും നാൾ ജനങ്ങളെ സുരക്ഷിതമാക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലാണ് വോൾവോ. ഇതിൻ്റെ ഭാഗമായിട്ട് അവരൊരു വാഹന നിര 2030 പൂർണ്ണമായും ഇലക്ട്രിക്കിലേക്ക് മാറുന്നത്. 2030 ശേഷം ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ വോൾവോയിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ എന്നാണ് അവരുടെ പ്രഖ്യാപനം. ഇതിൻ്റെ ആദ്യ ചുവടുവെപ്പെന്നോണമാണ് നമുക്കറിയാം വോൾവോയുടെ XC40 റീചാർജ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് വാഹനം അവരെത്തിക്കുകയുണ്ടായി. ഇനി ശരിക്കും ഒരു രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളൊരു വാഹനം, അതായത് വോൾവോയുടെ C40 റീചാർജ് എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ലൈനപ്പിലെ സെക്കൻഡ് ഇലക്ട്രിക് വാഹനം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ വാഹനത്തിൻ്റെ ഒരു സവിശേഷത നമ്മൾ പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ട്, അതായത് ബോൺ ഇലക്ട്രിക് എന്നാണ് ഈ വാഹനത്തിന് അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഡിസൈൻ സവിശേഷതകളൊക്കെ ഈ വാഹനത്തിലാണ്. നമ്മളത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു എന്താ പറയുക, ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു മൂടിക്കെട്ടിയ ഗ്രില്ലാണ് സ്വാഭാവികമായിട്ട് അവരുടെ പൊതു സ്വഭാവം. അത് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ട് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ടുള്ളൊരു മെഷിലാണ് ആ ഗ്രില്ല് ഒരുങ്ങിയിട്ടുള്ളത്. അതിൽ വോൾവോയുടെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള 3D ലോഗോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ താഴെയായിട്ട് വോൾവോ നമ്മൾ പറഞ്ഞു സേഫ്റ്റിയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ടിൽ ഒരു 360 ഡിഗ്രി ക്യാമറ കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ബാക്കി നോർമൽ നമ്മൾ XC40 കണ്ടിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. കാരണം ബമ്പർ ആണെങ്കിലും നമ്മൾ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ എയർ ഡാമും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഒരു പ്രത്യേകത അല്ലെ സവിശേഷത മുൻപിൽ വോൾവോ തന്നെ എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനാണ്. നമുക്ക് നോർമലി അറിയാം തോർ ഹാമർ ഡിസൈൻ പാറ്റേൺ ആണ് വോൾവോ ഹെഡ്ലൈറ്റിൽ. അത് വോൾവോയുടെ എല്ലാ വാഹനങ്ങളിലും കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിക്സൽ ടെക്നോളജി ഉള്ളൊരു ഹെഡ്ലൈറ്റ് ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് വോൾവോയുടെ വാഹന ശ്രേണിയിൽ ആദ്യമായിട്ടാണ് പിക്സൽ ടെക്നോളജി ഉള്ളൊരു ഹെഡ്ലൈറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ താഴോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രൊജക്ഷൻ ഭാവങ്ങളൊക്കെ നൽകിയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് LED തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന് സമീപത്തായിട്ട് ഒരു സെൻസറും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ ഒരു മുഖഭാവത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഇനി വേറൊരു സവിശേഷത നമ്മൾ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ബോണറ്റിനാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. അത് വെച്ചാൽ അത്യാവശ്യം ബൾജുകളൊക്കെ കൊടുത്തിട്ട് പവർ ലൈനൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ പ്രത്യേകത അതല്ല, ഈ വാഹനത്തിൻ്റെ മുമ്പിലും ഈ ബോണറ്റിൻ്റെ ഉള്ളിലും ഒരു 31 ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊണ്ടുവന്നിട്ട്, ശരിക്കും നോർമലി ഉണ്ട് നമ്മൾ ചാർജറൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊണ്ടുവന്നിട്ടുണ്ട്. സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൽ നമ്മൾ ആദ്യം എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ടയർ തന്നെയാണ്. 19 ഇഞ്ച് വലിപ്പമുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടയറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 19 വലിപ്പം നമുക്കറിയാം ഈ ഒരു സെഗ്മെൻറ്റ് വരുന്ന വാഹനത്തിൽ വളരെ റെയറാണ് ഇത്രയും വലിപ്പമുള്ള ടയർ. പക്ഷേ ഇതിലൊരു 19 ഇഞ്ച് ടയർ വന്നിരിക്കുന്നു. അതുപോലെ ഡയമണ്ട് കട്ട് ഒരു അലോയ് വീലും ഇതിൽ കൊണ്ടുവന്നിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. XC40 റീചാർജ് നമ്മൾ കണ്ടിട്ടുള്ളതിന് സമാനമായിട്ടാണ് ഇതിൻ്റെ ഒരു റിയർ വ്യൂ മിറർ ഒക്കെ വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ക്യാമറകളും കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബൾജുകളൊക്കെ കൊടുത്തിട്ടുള്ള ഡോറുകളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, നമുക്ക് ആ കാഴ്ച തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക വാഹനത്തിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. താഴോട്ട് വരുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ക്ലാഡിങ്, അതായത് ഫൈബർ ക്ലാഡിങ് ഒക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു നിര വരെ വരുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ബി പില്ലർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടം വരെ നമ്മൾ കാണുന്നത് XC40 റീചാർജ് ആണെങ്കിൽ, ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പുതിയ വാഹനം, അതായത് C40 എന്ന് പറയുന്ന വാഹനം മാത്രമാകുകയാണ്. അതായത് തികച്ചും ഒരു പുതിയ വാഹനമാകുകയാണ്. കാരണം നമുക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് പറയുന്നത് ഇതിൻ്റെ ഒരു കൂപ്പേ സ്റ്റൈൽ ഡിസൈൻ തന്നെയാണ്. മറ്റേ വാഹനത്തിൽ നമ്മളൊരു ക്രോസ് ഓവർ അല്ലെങ്കിൽ ഒരു SUV ഭാവമാണ് കണ്ടിരുന്നെങ്കിൽ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു കൂപ്പേ സ്റ്റൈലിലേക്ക് വരികയാണ്. അതായത് നമുക്ക് അറിയാം ഒഴുകി ഇറങ്ങുന്ന പോലെ അല്ലെങ്കിൽ ചെരിഞ്ഞിറങ്ങുന്നതിന് സമാനമായിട്ടുള്ളൊരു റൂഫ്, സൺ റൂഫ് പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ പോലും അത് ക്ലോസ്ഡ് ആയിട്ടുള്ള സൺ റൂഫാണ്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ ഏറ്റവും ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരു കൂപ്പേ വാഹനത്തിനൊപ്പം ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനുകൾ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. നമ്മളത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുത്ത് പറയാം. ഇത് എന്താ പറയുക, നമ്മൾ സ്പോർട്സ് വാഹനങ്ങൾ കാണുന്നതിന് സമാനമായിട്ടാണ് ഈ ഒരു സ്പോയിലിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അവിടുന്ന് വളരെ ചെരിഞ്ഞു പോകുന്ന ഒരു ഗ്ലാസ്, ആ ഗ്ലാസിൻ്റെ 2 സൈഡിലായിട്ട് ആ റൂഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന പോലെ അതൊരു ഡിസൈൻ എലമെൻറ്റ് ആണെന്ന് കൂടി പറയാം. റൂഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ഒരു സ്പോയിലറിനോ എന്ത് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലൊരു ഡിസൈൻ എലമെൻറ്റ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ വോൾവോയുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ടെയിൽ ലാമ്പ്, നമ്മൾ ഈ ഒരു എന്താ പറയുന്നത് ഒരു ഒഴുകി ഇറങ്ങുന്ന സമാനമായിട്ടുള്ള ഈ ഒരു ഡിസൈൻ, നമ്മളിത് വോൾവോയുടെ എന്താ പറയുക എന്നും അവരുടെ മാത്രം സവിശേഷതയായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്കറിയാം ഒരു സ്കോർപ്പിയോ N നോക്കിയാലും നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഹോണ്ടയുടെ ജാസിലൊക്കെ ആണെങ്കിലും ഇതിനോട് എവിടെയൊക്കെ വിദൂര സാമ്യമുള്ള ഒരു ഡിസൈൻ ശൈലി നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ വിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു സ്റ്റഡുകൾ പോലെ LED ലൈറ്റ് വന്നിരിക്കുന്നു. ആ ഒരു ലൈറ്റിനോട് ചേർന്ന് ഈ ഒരു ഏരിയയിൽ തന്നെ ഒരു ലൈറ്റ് സ്ട്രിപ്പും കൊണ്ടുവന്നിട്ട് ഇപ്പം സ്വാഭാവികമായിട്ട് വാഹനം ഓഫാക്കി നിൽക്കുന്നുണ്ട്, അത് കത്താത്തതാണ്. ഇനി നമ്മളൊരു ഡിസൈൻ വിട്ട് ഇതിൻ്റെ ഒരു സാങ്കേതികതയിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് റീചാർജ് ടിൻ എന്ന് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു ഇലക്ട്രിക് മോട്ടറുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതായത് മുമ്പിലെ ആക്സിലും ബാക്കിലെ ആക്സിലിൻ്റെയും 2 ഇലക്ട്രിക് മോട്ടറുകൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ
ബാഡ്ജിങ് എന്നുള്ളതാണ് റീചാർജ് ടിൻ എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നോർമലി വോൾവോ എന്ന് പറഞ്ഞ എല്ലാ വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള പോലെ ആ ഒരു ഡോറിലൂടെ നീളുന്ന വോൾവോ ബാഡ്ജിങ് ഏറ്റവും എൻഡിലായിട്ട് അതിൻ്റെ ഒരു ലെഫ്റ്റ് പോർഷനിലായിട്ട് C40 എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് കൊടുത്താണ് അതിൻ്റെ ഒരു റിയർ പോർഷനിൽ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഏറ്റവും താഴോട്ട് നോക്കുകയാണെങ്കിൽ സെൻസറുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബമ്പർ ശരിക്കും ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ്, അതായത് ഒരു ഫൈബർ ഫിനിഷിങ്ങിലാണ് ബമ്പർ ഒരുങ്ങിയിരിക്കുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. മുമ്പിൽ ഒരു 31 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് നമ്മൾ പറഞ്ഞു, അത് വളരെ ചെറുതായി പോയല്ലോ എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് ബാക്കിലേക്ക് നമ്മൾ വരുമ്പം നോർമൽ ഒരു ബൂട്ട് സ്പേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 400 ലിറ്ററിലധികമുള്ള വളരെ വിശാലമായ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പെയർ വീല് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, അതായത് പുറത്ത് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ലേ ഔട്ട് വന്നിട്ടുള്ളത്. പക്ഷേ 400 ലിറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെയാണ്. പിന്നെ ഇലക്ട്രിക്കലി നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ്, നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ അത് തന്നെ അടഞ്ഞു പോക്കോളും. അപ്പോൾ ഇത്രയാണ് ഈ വാഹനം സംബന്ധിച്ചിട്ടുള്ള എക്സ്റ്റീരിയർ ഡിസൈൻ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്കാണ്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ XC40 നിന്ന് വന്നിട്ടുള്ള വ്യത്യാസങ്ങളും ഈ വാഹനത്തിന് മാത്രമായി അവകാശപ്പെടാനുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വോൾവോ C40 റീചാർജിൻ്റെ ഇൻറ്റീരിയറാണ്. ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറിയപ്പോൾ നമ്മൾ ഫീൽ ചെയ്തത് XC40 റീചാർജിൻ്റെ അതേ ഇൻറ്റീരിയർ ഇതിലേക്കും കൂടെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യമായ ഒരു വ്യത്യാസവും നമുക്ക് ഈ വാഹനത്തിൽ അവകാശപ്പെടാനില്ല. പക്ഷേ അവകാശപ്പെടാനുള്ള അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ വാഹനം കംപ്ലീറ്റ്ലി ലെതർ ഫ്രീ ആയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നിർമ്മാതാക്കളും ആ ഒരു സവിശേഷത തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ. നമുക്ക് ഈ കണ്ടാൽ മനസ്സിലാവും, നമുക്ക് ഈ സീറ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കംപ്ലീറ്റ്ലി ഫാബ്രിക്കിലാണോ ഈ സീറ്റ് ഒരുങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ സീറ്റിൻ്റെ ചില ഭാഗങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ലെതറിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കിലാണ് ഒരുങ്ങിയിട്ടുള്ളത്. അത് ഏതാണ്ട് ഇവർ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് വോൾവോ ആവശ്യപ്പെടുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒക്കെ ലേഔട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു XC40 റീചാർജിൻ്റെ അങ്ങനെ അത് വോൾവോയുടെ മറ്റ് വാഹനങ്ങളുടെ ആ ഒരു ലേഔട്ടും ആ ഒരു ഡിസൈനിങ് ഒക്കെ തന്നെയാണ് ഡാഷ്ബോർഡും വന്നിരിക്കുന്നത്. നമ്മളിനിയിപ്പോൾ ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, വെർട്ടിക്കലി കൊടുത്തിരിക്കുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും XC40 റീചാർജിൻ്റെ കടം കൊണ്ട് തന്നെയാണെന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം 9 ഇഞ്ച് വലുപ്പമുള്ള, പക്ഷേ അതിൻ്റെ ഒരു സ്ക്രീനൊക്കെ നമ്മൾ കാണാം, ഒരു ഗൂഗിൾ അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഈ വരവിലെ പ്രത്യേകത. അതായത് ഈ ഒരു വാഹനത്തിലേക്ക് വന്നപ്പം വന്നിട്ടുള്ളൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ താഴോട്ട് വരുമ്പോഴാണെങ്കിലും ക്ലൈമറ്റ് കൺട്രോളൊക്കെ ആണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ഒരു എന്താ പറയുന്നത് ഒരു പുതുമയൊന്നും അവകാശപ്പെടാനല്ല. നോർമൽ നമ്മൾ വോൾവോയുടെ മറ്റ് വാഹനങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. താഴോട്ട് ഒരു വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്, 2 C ടൈപ്പ് ചാർജിങ്ങിനുള്ള കൊടുത്തിട്ടുണ്ട്. നോർമൽ 12 വോൾട്ടിൻ്റെ ഒരു പോർട്ടും അവിടെ ഒഴിച്ചിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. നോർമൽ നമ്മൾ വോൾവോയുടെ മറ്റ് വാഹനങ്ങൾ കണ്ടിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഗിയർ ലിവറും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ 2 കപ്പ് ഹോൾഡറുണ്ട്. ഏറ്റവും ബാക്കിലേക്ക് ഇത് എൻഡ് ചെയ്യുന്നത് ഒരു എന്താ പറയുന്നത് ഒരു ആംബ്രസ്റ്റിൽ ഇത് എൻഡ് ചെയ്യുന്നു. അതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയേണ്ടത് അതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലാണ്. വോൾവോ ലൈനപ്പിലുള്ള എല്ലാ വാഹനങ്ങളെയും പോലെ തന്നെ വളരെ ക്യൂട്ടായിട്ട് നിർമ്മിച്ചിട്ടുള്ള അല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഇതിൻ്റെ ഒരു എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറാണ് ഇതിൻ്റെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ സംവിധാനം ഉണ്ടെന്നുള്ളത്. അത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നു. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യുന്നതിനുള്ള സ്വിച്ചുകളും കാര്യങ്ങളും വോയിസ് കമാൻഡിനുള്ള സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. താരതമ്യേന വലിപ്പം കുറഞ്ഞിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ നമ്മൾ മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 12 ഇഞ്ച് വലുപ്പമാണ് അതിനുള്ളത്. അതിനകത്ത് എന്താ പറയുക ഏതാനും പുതുമകൾ നമുക്കിപ്പം ബാറ്ററി ലെവൽ കാര്യങ്ങൾ അതുപോലെ ഡോർ ഓപ്പൺ സംവിധാനങ്ങളും അങ്ങനെ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേകൾ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും മറ്റേ ഹർമൻ കാർഡോണിൻ്റെ ഒരു അതായത് ഹൈ ക്വാളിറ്റി മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ എഫക്റ്റൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. കാരണം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇൻസുലേഷൻ സംവിധാനം ഇതിൽ വന്നിട്ടുള്ളതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആ പറഞ്ഞ ആ ഒരു ഫാബ്രിക്കിൻ്റെ എലമെൻറ്റ്സ് നമുക്കൊരു ആംബ്രസ്റ്റ് ഇവിടുത്തെ ആംബ്രസ്റ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സീറ്റ് മെമ്മറി ഫംഗ്ഷനുള്ള സീറ്റുകളാണ്. അതിനുള്ള സ്വിച്ചുകൾ 2 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്വിച്ചുകൾ ഇവിടെ കൊണ്ടുവന്നിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇനി നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് എടുത്ത് പറയേണ്ടത് നമ്മളിപ്പോൾ എക്സ്റ്റീരിയർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു റൂഫിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സൺ റൂഫിൻ്റെ ഭാഗങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇത് നമുക്ക് തുറക്കാൻ കഴിയുന്ന ഒരു റൂഫല്ല. അതായത് സൺ റൂഫിന് പറയാൻ നമുക്ക് മൂൺ റൂഫ് എന്ന് പറയാൻ വേണ്ടി പറ്റും. തുറക്കാൻ പറ്റില്ല, പക്ഷേ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് നമുക്കിതൊരു എന്താ പറയുക നമുക്കൊരു ഡ്രൈവിംഗ് ക്ലസ്റ്ററൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും ആ ഒരു റൂഫ്.
ഒരു എന്താ പറയുന്ന ഒരു എക്സ്ട്രീം ലക്ഷറി വാഹനത്തിൽ കയറിയ ഫീലും നമുക്കില്ല. ഒരു നോർമൽ നമ്മൾ സാധാരണ ഒരു വാഹനത്തിൽ നമുക്ക് പരിചിതമായ ഒരു വാഹനത്തിൽ കയറിയ ഫീലേ നമുക്ക് തരുന്നുള്ളൂ. സപ്പോർട്ട് നമ്മളൊരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളൊരു പൊതിഞ്ഞ് പിടിക്കുന്ന പോലെ ഈ ഒരു സീറ്റ് നമുക്കൊരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. മുമ്പിൽ നമുക്ക് കുറച്ച് ഒരു പരിധിവരെ ചെറിയൊരു കഞ്ചഷൻ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കി വരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ സ്പേഷ്യസ് ആകുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ അല്ലെ റിയർ പോർഷൻ്റെ ഒരു സവിശേഷത. അത് നമ്മൾ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ഒക്കെ സീറ്റ് നമുക്ക് തരുന്ന ഹെഡ് റൂം, ലെഗ് റൂം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഫീൽ ചെയ്യുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിന് നമ്മുടെ താഴെ നമുക്കൊരു അണ്ടർ തൈ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതേസമയം സൈഡിൽ ആവശ്യമുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഒരു 3 പേർക്ക് ഇതിൻ്റെ റിയർ പോർഷനിൽ ഇരിക്കാൻ പറ്റുന്ന വാഹനമാണോ അല്ലയോ നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി ഇപ്പോൾ ഈ സെൻറ്ററിൽ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടണൽ കാരണം ഇവിടെ സെൻറ്ററിൽ ഇരിക്കുന്ന ഒരാൾക്ക് എത്രത്തോളം കാല് പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നമ്മളത് എന്താ പറയുന്നത് നമ്മളത് അനുഭവിച്ച് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു സൈഡിലിരിക്കുന്ന പാസഞ്ചറെ മാക്സിമം കംഫർട്ടബിൾ ആക്കുന്നതിനുള്ളത് നമ്മുടെ ഈ സൈഡ് നമുക്ക് കണ്ടാൻ വേണ്ടി മനസ്സിലാവും. അതിങ്ങനെ കുറച്ച് സ്ലോപ്പായിട്ട് പോകുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു പില്ലറിൻ്റെ ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഹെഡ് റെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 3 പാസഞ്ചേഴ്സിനുള്ള ഹെഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻട്രലിലാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഹെഡ് റെസ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്കൊരു ആംറസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സീറ്റിൻ്റെ സെൻറ്ററിൽ ഒരു ബൾജ് കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അത് വളരെ ഫ്ലാറ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഒരാൾക്ക് ഇരിക്കാൻ സീറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ കാല് വെക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടില്ലെന്ന് വേണം നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇനി നോക്കേണ്ടത് ഇതാണ്, നമുക്കിത് ടച്ചിൽ തെളിയുന്നതും അണയുന്നതും ആയിട്ടുള്ള ഒരു ലൈറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുന്ന 1 ടച്ചിൽ പറ്റുന്ന ഒരു ലൈറ്റ് വന്ന് പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ സ്യൂട്ടൊക്കെ ഹാങ് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഡോർ പാഡിലൂടെ നമുക്ക് നമ്മുടെ ഒരു സ്പീക്കറും ട്യൂട്ടറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുള്ളതും. അങ്ങനെ റിയർ പോർഷനിൽ എന്താ പറയുന്നത് ഒരു പാസഞ്ചർ വാഹനമാണോ എന്നുള്ളൊരു രീതി നമുക്ക് സംശയം തോന്നുന്നില്ല. റിയർ സീറ്റിലെ പാസഞ്ചറിനെ മാക്സിമം കംഫർട്ടബിൾ ആക്കുന്ന എല്ലാ സംവിധാനവും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. 408 bhp പവറാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ടോർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 660 ന്യൂട്ടൺ മീറ്റർ ആണ്. ഒരു ഇലക്ട്രിക് വാഹനത്തെ സംബന്ധിച്ച് എല്ലാവർക്കും കൂടുതലായിട്ട് അറിയേണ്ടത് ചാർജ് ചെയ്യാൻ വേണ്ട സമയം, ഇത് ഒറ്റത്തവണ ചാർജ് ചെയ്ത് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളതാണ്. വോൾവോ ഉറപ്പ് നൽകുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ ബാറ്ററി നിറഞ്ഞു കഴിഞ്ഞാൽ 530 കിലോമീറ്റർ ഈ വാഹനം ഓടാൻ കഴിയുമെന്നാണ് വോൾവോ അവകാശപ്പെടുന്നത്. അതുപോലെ ഇത് ചാർജ് ആകാനുള്ള ടൈമാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത്. നമുക്ക് ഒരു സ്പീഡ് ചാർജിങ് അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിച്ച് 10% 80% വരെ ചാർജ് ആകാൻ വെറും 27 മിനിറ്റ് മതി എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. അപ്പം ഇത്രയാണ് ഈ വാഹനം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഡ്രൈവ് വരുന്ന ഓഗസ്റ്റിലായിരിക്കും ഇതിൻ്റെ ഡ്രൈവ്. അപ്പം ഡ്രൈവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി കൂടുതൽ വിവരങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം അതുവരേക്കും കീപ്പ് വാച്ചിങ് മാതൃഭൂമി.com ഓട്ടോ ഡ്രൈവ്.